ഏവരെയും പുതിയൊരു വാർത്തയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ലോകരാജ്യങ്ങൾക്ക് മേൽ അമേരിക്കൻ മേധാവിത്വം ഇപ്പോൾ കാര്യമായി ഏൽക്കാതെ വരുന്നതും അടിയാളായി നിന്നിരുന്ന ചെറു രാജ്യങ്ങൾ പോലും അമേരിക്കയെ ധിക്കരിക്കുകയും അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യുന്നതിലും ഏറ്റവും അധികം നിരാശ അനുഭവിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപാണ്. മധ്യേഷ്യയിലെ അറബ് രാജ്യങ്ങൾക്കിടയിൽ അമേരിക്കൻ ഭയം പഴയതുപോലെയില്ല. സദ്ദാം ഹുസൈനുമായുള്ള അമേരിക്കയുടെ യുദ്ധം ഗൾഫ് രാജ്യങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ ഉദ്ദേശിച്ചുള്ളതായിരുന്നു. എന്നാൽ അതത്ര ഫലപ്രദമായില്ല. പകരം സൗദി അറാംകോയിലെ അമേരിക്കൻ പങ്കാളിത്തത്തെ പോലും പുതിയ എഗ്രിമെന്റിന് തയ്യാറാവാതെ പിരിച്ചുവിട്ടുകൊണ്ട് നൈസായി അമേരിക്കയെ ഈ മേഖലയിൽ നിന്നും പറഞ്ഞയക്കുകയാണ് അറബികൾ ചെയ്തത്. അങ്ങനെ അമേരിക്കൻ ലോക മേധാവിത്വത്തിന്റെ വള്ളി പൊട്ടുകയാണെന്ന് മനസ്സിലായ ട്രംപ് പുതിയ ഇറക്കുമതി താരിഫ് ഏർപ്പെടുത്തിയാണ് ലോകത്തോട് ഇപ്പോൾ പടവെട്ടാൻ ഇറങ്ങിയിരിക്കുന്നത്. സമ്പന്നതയിലും ദൂരത്തിലും മാറാടുന്ന അമേരിക്കയുടെ പ്രധാന വരുമാനം ആയുധ കച്ചവടവും യുദ്ധവുമാണ്. എന്നാൽ രാജ്യങ്ങൾ സ്വയം ആയുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതും ഏതാണ്ട് 35 വർഷമായി ചെയ്ത സകല യുദ്ധങ്ങളും നഷ്ടമായതും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ഇടിവാണ് സംഭവിപ്പിച്ചത്. അമേരിക്കൻ ഐക്യനാടുകൾ ചരിത്രത്തിലാദ്യമായി ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടത് 1929 മുതൽ 1939 വരെയുള്ള കാലഘട്ടമാണ്. ഇതിൽ നിന്നൊക്കെ അമേരിക്ക രക്ഷപ്പെട്ടുവെങ്കിലും പിന്നീട് അമേരിക്കയ്ക്ക് ഒരു വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടാവുന്നത് 2008 2008 ലഹ്മാൻ ബ്രദേഴ്സ് എന്ന അമേരിക്കൻ ബാങ്കിന്റെ നട്ടെല്ല് തകർന്ന് വൻ സാമ്പത്തിക മാന്ദ്യത്തിലേക്കാണ് ഈ അമേരിക്ക വീണുപോയത്. ലോകം മുഴുവൻ ചുമലിലേറ്റ് നടക്കാനുള്ള അമേരിക്കൻ മോഹമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള അടിസ്ഥാന കാരണങ്ങൾ എന്ന് പറയേണ്ടതുണ്ട്. സബ്സിഡികൾ, ലോണുകൾ, അങ്ങനെയുള്ള കുറെ മറ്റു കാര്യങ്ങൾ. എന്നാൽ തുടർച്ചയായ ചിലവുകൾ രാജ്യത്തെ വീണ്ടും സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് വീഴ്ത്തുകയാണെന്ന തിരിച്ചറിവാണ് താരിഫ് നിയന്ത്രണത്തിലേക്ക് ട്രംപിന്റെ ശ്രദ്ധ തിരിക്കാൻ പ്രധാന കാരണം. അമേരിക്കൻ ധാരാളിത്തത്തിനിടയിൽ മറ്റു രാജ്യങ്ങൾ അമേരിക്കയെ ശരിക്കും ഊറ്റുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി തന്നെ. അമേരിക്കൻ ഇറക്കുമതിക്ക് ഈ രാജ്യങ്ങൾ വൻ നികുതിയും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുകയും അമേരിക്കയിലുള്ള കയറ്റുമതിയുടെ ഇളവ് വസൂലാക്കി വൻതോതിൽ ഉൽപ്പന്നങ്ങൾ അമേരിക്കയ്ക്ക് വിറ്റഴിച്ച് പണമുണ്ടാക്കുകയാണ് ഈ രാജ്യങ്ങൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. ആ ഇടപാടുകളാണ് ട്രംപ് ഇപ്പോൾ കൈയോടെ പിടികൂടിയിരിക്കുന്നത്. ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്ന ലാഭം മുഴുവൻ നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ ലോകം മുഴുവൻ ഇപ്പോൾ കൂട്ടക്കരച്ചിലാണ് എന്ന് പറയുന്നതും ശരി തന്നെയാണ്. ട്രംപിന്റെ ഈ താരിഫ് ഇടപാടിൽ പല രാജ്യങ്ങളും വരുമാനം നിലച്ച് സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് വീണ് തകർന്നു പോകും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ് ഇതിനെ ട്രംപിന്റെ താരിഫ് യുദ്ധം എന്ന് തന്നെ പറയുന്നത്. ശരിക്കും അതൊരു യുദ്ധം തന്നെയാണ്. മറ്റു രാജ്യങ്ങൾ തകർന്നു പോവുകയാണല്ലോ. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഓരോ രാജ്യങ്ങളും ഏർപ്പെടുത്തുന്ന ഇറക്കുമതി ചുങ്കത്തിന് തുല്യമായി അമേരിക്കയിലും ഇതേ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് തുല്യതോതിലുള്ള ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് ഒരു ടിറ്റ് ഫോർ ടാറ്റ് അഥവാ ദ്വന്ദ്വയുദ്ധം തന്നെയാണ് ട്രംപ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അമേരിക്കൻ ഗുണ്ടായിസം എന്നൊക്കെ വിളിക്കുന്നവരുണ്ട്. അമേരിക്കയിലേക്കുള്ള ഇറക്കുമതിക്ക് കൂടുതൽ സബ്സിഡി കൊടുക്കുന്നത് വഴി അമേരിക്കയുടെ ആഭ്യന്തര നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന മുഴുവൻ അമേരിക്കൻ പ്രസിഡന്റുമാരും സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ താരിഫുകളെ ഒരു ആയുധമാക്കാനാണ് ട്രംപ് ഇഷ്ടപ്പെടുന്നത് എന്നതാണ് സത്യം. ട്രംപിന്റെ ഈ ലക്ഷ്യം ഏതാണ്ട് ഫലപ്രദമാണെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ താരിഫ് യുദ്ധത്തിലൂടെ ആദ്യമൊക്കെ അമേരിക്കയുടെ ഓഹരി വിപണികൾ കുറച്ച് തകർന്നെങ്കിലും ഇപ്പോൾ ഈ ഓഹരി വിപണികൾ കുതിച്ചു കയറുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. തന്നെയുമല്ല, ഡോളർ തകരാതെ പിടിച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. താരിഫുകൾ ആയുധമാക്കുന്നതിലൂടെ US ഇപ്പോൾ വൻതോതിൽ നിക്ഷേപം നടത്തുന്ന ബിസിനസ്സുകാരുടെ ഒരു തരംഗം തന്നെ തുടങ്ങിയിരിക്കുന്നു എന്നത് അവിശ്വസനീയമായി നമുക്ക് തോന്നാം. എന്നാൽ അതാണ് വാസ്തവം. അമേരിക്കയിൽ ഇപ്പോൾ നിക്ഷേപം തുടങ്ങുന്നതിൽ ഏറ്റവും അധികം ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് തൈവാന്റെ TSMCയുടെ $100 ബില്യൺ കുറിച്ചുള്ള ചർച്ചകളാണ്. അടുത്ത മാസം ആദ്യം തന്നെ എല്ലാ രാജ്യങ്ങളുടെയും സെമി കണ്ടക്ടറുകൾക്കും ഓട്ടോമൊബൈലുകൾക്കും ഫാർമസ്യൂട്ടിക്കൽസുകൾക്കും 25% തീരുവ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. എന്നാൽ TSMC എന്ന ഈ കമ്പനി ആധുനിക സെമി കണ്ടക്ടർ ടെക്നോളജിയിൽ ലോക നേതാവാണ്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, കാറുകൾ മുതലായവയിൽ ഉപയോഗിക്കുന്ന പ്രോസസ്സറുകൾ, ചിപ്പുകൾ എന്നിവ നിർമ്മിക്കുന്നതിലാണ് ഈ TSMC ലോകത്തിൽ തന്നെ മുന്നിൽ നിൽക്കുന്നത്. ആപ്പിൾ, AMD, എൻവിഡിയ, ക്വാൾകോം ഈ തുടങ്ങിയ പ്രമുഖ കമ്പനികൾക്ക് വേണ്ടിയുള്ള ചിപ്പുകൾ നിർമ്മിക്കുന്നത് ഈ TSMC എന്ന തൈവാൻ സെമി കൺട്രോളർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്.
ഈ കമ്പനി അമേരിക്കയിൽ $100 ബില്യൺ നിക്ഷേപിക്കുന്നതിലൂടെ അമേരിക്കയുടെ ടെക്നോളജിക്കൽ സ്വയം പര്യാപ്തത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ ഈ ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങി മറ്റു രാജ്യങ്ങൾ ഇറക്കുമതി ചുങ്കം കുറയ്ക്കാൻ തയ്യാറാവുന്നതോടെ ചൈനയ്ക്കെതിരെയുള്ള സുരക്ഷിതമായ ഒരു ചിപ്പ് സപ്ലൈ ലൈനാണ് ഇതിലൂടെ അമേരിക്ക സൃഷ്ടിച്ചെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. US-ലെ TSMCയുടെ ഈ പുതിയ നിക്ഷേപത്തിലൂടെ ട്രംപ് ലോകത്തുള്ള മറ്റ് കമ്പനികളെയും സ്വാധീനിച്ചിരിക്കുകയാണ്. അടുത്ത 4 വർഷത്തിനുള്ളിൽ US-ലുടനീളം സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ആപ്പിൾ കമ്പനി $500 ബില്യൺ നിക്ഷേപിക്കാൻ ഇപ്പോൾ തയ്യാറായിരിക്കുകയാണ്. അതോടൊപ്പം US-ൽ കൃത്രിമ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്ന ഒരു പുതിയ കമ്പനി സൃഷ്ടിക്കാൻ വേണ്ടി OpenAI, സോഫ്റ്റ് ബാങ്ക് എന്നിവ ജനുവരിയിൽ $500 ബില്യൺ നിക്ഷേപിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ലോകത്തിലെ കമ്പ്യൂട്ടിംഗ് AI ചിപ്പുകൾ എന്നിവയുടെ 2 പ്രധാന നിർമ്മാതാക്കളായ സാംസങ്ങും ഇന്റലും അമേരിക്കയിൽ വൻ നിക്ഷേപത്തിന് തയ്യാറാവുകയാണ്. സാംസങ്ങിനൊപ്പം മെമ്മറി ചിപ്പുകളിലെ മറ്റൊരു പ്രധാന പങ്കാളിയായ ദക്ഷിണ കൊറിയയിലെ SK ഹൈനിക്സും അമേരിക്കൻ നിക്ഷേപത്തിൽ ഇപ്പോൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. അതുകൂടാതെ ലോകത്തിലെ ഒട്ടുമിക്ക വലിയ വലിയ കമ്പനികളും അമേരിക്കൻ നിക്ഷേപമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന ബോധ്യത്തോടെ അമേരിക്കയിൽ മുതലിറക്കുമ്പോൾ സത്യത്തിൽ ട്രംപിന്റെ താരിഫ് യുദ്ധം അമേരിക്കയ്ക്ക് തന്നെ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഈ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് പിന്നിലുള്ള പ്രധാന ലക്ഷ്യം ലോകത്ത് കയ്യൂക്കിന്റെ കാലം അവസാനിച്ചിരിക്കുകയാണ് എന്ന ട്രംപിന്റെ തിരിച്ചറിവിനെ കുറിച്ച് നിങ്ങളോട് സൂചിപ്പിക്കാനാണ്. യുദ്ധങ്ങൾ കൊണ്ട് അമേരിക്ക ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിരിക്കുന്നു എന്നൊരു പാഠം ട്രംപ് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇറാനുമായി ഒരു യുദ്ധം അത്ര വിജയപ്രതീക്ഷ ട്രംപിന് നൽകുന്നില്ല എന്ന കാര്യം തീർച്ച തന്നെയാണ്. തന്നെയുമല്ല, ഇറാനുമായിട്ടുള്ള ഒരു യുദ്ധം വളരെ കാലം നീണ്ടുപോകാനും സാധ്യത വളരെ കൂടുതലാണ്. എന്തൊക്കെ വിജയിച്ചെന്ന് പറഞ്ഞാലും ഉക്രൈനുമായിട്ടുള്ള യുദ്ധം റഷ്യയെ ശരിക്കും സാമ്പത്തികമായി ഉലച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അതിനെ ഉക്രൈൻ്റെ കുറച്ച് ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് നഷ്ടം നികത്താമെന്നാണ് ഈ പുടിൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അതൊന്നും ഈ നഷ്ടപ്പെട്ടതിന് പകരമാവില്ല എന്നുള്ള ഒരു സത്യം അപ്പുറത്തുണ്ട്. ഹമാസുമായുള്ള യുദ്ധം ഇസ്രായേലിനെ തീർത്തും തകർത്ത് തരിപ്പണമാക്കി എന്നാണ് പറയേണ്ടത്. ഇസ്രായേൽ ഇതുവരെ നേടിയതെല്ലാം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ടും ഈ തീവ്രവാദ ഭീഷണികൾ അവസാനിപ്പിക്കാനോ യുദ്ധം നിർത്തി ബന്ദികളെ തിരിച്ചെടുക്കാനോ ഇസ്രായേലിനോ നെതന്യാഹുവിനോ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ലോകത്ത് അമേരിക്ക പോലെ ഏറ്റവും അധികം സമ്പന്നർ താമസിച്ചിരുന്ന ഈ ഇസ്രായേലിൽ നിന്നും അവരിൽ നല്ലൊരു ശതമാനവും ഇപ്പോൾ ഇസ്രായേൽ വിട്ട് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇസ്രായേൽ അത്ര സുരക്ഷിതമല്ല എന്ന് കണ്ടുകൊണ്ട് ഇവർ അവരുടെ ബിസിനസ്സുകളെല്ലാം മറ്റു രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ സമ്പന്ന വിഭാഗം ഇസ്രായേൽ വിട്ടു പോകുന്നത് കൊണ്ട് ഇസ്രായേലിന് യുദ്ധത്തെക്കാൾ വലിയ നഷ്ടമാണ് അതിലൂടെ സംഭവിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തകർച്ചയുടെ ഭാഗങ്ങളാണ്. അതല്ലാതെ കുറേ ഫാക്ടറികളോ അല്ലെ അങ്ങനെ കുറേ സ്ഥലങ്ങളോ എല്ലാം ബോംബിട്ടത് കൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ കൊന്നതൊന്നും അല്ല ഒരു രാജ്യത്തെ സംബന്ധിച്ചുണ്ടാകുന്ന നഷ്ടം. അവിടുത്തെ വ്യവസായ നഷ്ടമാണ്. വ്യവസായികൾ മുഴുവൻ രാജ്യം വിട്ടു പോവുകയും ഈ രാജ്യം സുരക്ഷിതമല്ല എന്ന് അവർക്ക് തോന്നുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഏതൊരു രാജ്യത്തിൻ്റെയും യുദ്ധനഷ്ടം എന്ന് തന്നെ പറയുന്നത്. ഇസ്രായേലിനും റഷ്യക്കുമൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇക്കാര്യങ്ങളെല്ലാം തന്നെ ട്രംപ് കാണുന്നുണ്ട്. ഇറാനുമായുള്ള ഒരു യുദ്ധം അമേരിക്കയെ വൻ സാമ്പത്തിക കെണിയിലേക്കാകും എത്തിക്കുക എന്ന് ട്രംപിന് നല്ല ബോധ്യമുണ്ട് എന്ന് വേണം നമ്മൾ കരുതാൻ. അതോടൊപ്പം ഇസ്രായേലിന്റെ സുരക്ഷയും ട്രംപിന്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ട്രംപ് ഇറാനുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുന്നതും അവരെ എങ്ങനെയെങ്കിലും മയപ്പെടുത്താനും ശ്രമിക്കുന്നത്. ഇക്കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എന്നാൽ മറ്റൊരു രാജ്യവുമായിട്ട് ഇങ്ങനെ ഏറ്റുമുട്ടുന്നതും കുറെ നഷ്ടങ്ങൾ വരുത്തുന്നത് കൊണ്ടൊന്നും യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെ സൈനികമായും ആയുധം കൊണ്ട് നേരിടുന്നതിന് പകരം ടെക്നോളജി കൊണ്ട് ലോകത്തെ കീഴടക്കാനാണ് പുതിയ ട്രംപിന്റെ നീക്കം എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്മാർട്ട് ഫോണുകൾ, AI, കൃത്രിമ ബുദ്ധി മുതൽ ആയുധങ്ങൾ വരെയുള്ള എല്ലാത്തിനും ശക്തി പകരുന്ന ലോകത്തിലെ ഏറ്റവും പുതിയ മൈക്രോ ചിപ്പുകളുടെ 90% നിർമ്മിക്കുന്ന TSMC പോലുള്ള ഒരു കമ്പനി ട്രംപിന്റെ വ്യാപാര യുദ്ധത്തെ ഭയന്നുകൊണ്ട് അമേരിക്കയിൽ നിക്ഷേപം ഇറക്കുമ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് ടെക്നിക്കലി ലോകത്തിന് മേൽ പിടിമുറുക്കുകയാണ് എന്ന് വേണം നമ്മൾ അറിയാൻ. നേരത്തെ മുതൽ ലോകത്തുള്ള ഓരോ രാജ്യങ്ങളിലെയും ഗ്രാമങ്ങളിൽ പോലും കടന്നു ചെന്നിട്ടുള്ള അമേരിക്കൻ സ്വാധീനമാണ് രാജ്യങ്ങളെ ഇപ്പോൾ വരുതിയിലാക്കാൻ അമേരിക്കയ്ക്ക് ഏറെ ഉപകരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാം. യഥാർത്ഥത്തിൽ ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിന് ലോകരാജ്യങ്ങൾ കീഴടങ്ങേണ്ടി വരും എന്നതാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.